ഇന്ന് അടുപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന അടുക്കളയാണ്. ചെറിയ അടുപ്പിൻ്റെ സ്ലാബാണ്. വീട്ടുകാർ തന്നെ പൊളിച്ച് തന്നിട്ടുണ്ട്. അവിടെ മറ്റ് ജനലിൻ്റെയൊക്കെ പണികൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ പൊളിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഒരു അടുക്കളയാണ്. ഇവിടെ ഗ്യാസ് അദാനിയുടെ ഗ്യാസാണ്. ഇന്ത്യൻ ഓയിൽ അദാനിയുടെ ഗ്യാസാണ് ഇവിടെ വെച്ചത്. ആ ജനലൊക്കെ പൊളിച്ച് മാറ്റിയിരിക്കുന്നതാണ്. അതിനോടുകൂടെ അടുപ്പും പൊളിച്ച് മാറ്റി. അത് ഉപയോഗിക്കാൻ തീരെ പറ്റാത്തത് കൊണ്ടാണ് അടുപ്പ് പൊളിച്ച് മാറ്റിയത്. ഇത് മുകളിൽ ട്രസ് വർക്ക് ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സാധാ അടുപ്പ് ഇവിടെ പറ്റില്ല എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഈ അടുപ്പ് പൊളിച്ച് പുകയില്ലാത്ത അടുപ്പ് പണിയുന്നത്. ഇതിനു മുമ്പ് കുറച്ച് സൂത്രപ്പണികളൊക്കെ അവർ ചെയ്ത് നോക്കി, സാധാരണ അടുപ്പിൽ നിന്ന് പുക പോകാനായിട്ട്. അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് അടുപ്പ് ചെയ്യുന്നത്. പുകയില്ലാത്ത അടുപ്പിൻ്റെ പണി അപ്പോൾ ഞങ്ങൾ ആരംഭിച്ചു. ഈ ഷീറ്റ് വയ്ക്കുന്ന പരിപാടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഷീറ്റ് വെച്ച് കഴിഞ്ഞു. ഇതിന് സൈഡിലൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ടൈൽസ് പതിക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. ടൈൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 ഇഞ്ച് റൗണ്ട്, 6 ഇഞ്ച് റൗണ്ട്, 10 ഇഞ്ച് റൗണ്ട്. ഈ അളവുള്ള അടുപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് ട്രസ് വർക്കുകാർ ചെയ്ത് വെച്ചിട്ടുള്ള പണിയാണ് ഈ കാണുന്നത്. ഷീറ്റിട്ടതിന് ശേഷം പുകയുടെ ശല്യം വന്നപ്പോൾ ട്രസ് വർക്കുകാർ വന്നിട്ട് ചെയ്തു കൊടുത്തതാണ് ഈ ഐഡിയ. ഇത് വൻ പരാജയമായിരുന്നു. അറിവില്ലായ്മ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ കോയിലിൽ സെൻസൈഡൊക്കെ പൊട്ടിച്ച് കോയിലിൽ ഫിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഒരു ട്രസ് വർക്ക് ചെയ്ത് ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇതൊരു കോയിൽ പോലെ ചെയ്തു. ഐഡിയ ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ പരാജയമായിരുന്നു. ഇതിങ്ങനെയൊന്നും ഒരു കാരണവശാലും ഒരു ഷീറ്റ് വർക്കിട്ട വീട്ടിലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ പുകയൊന്നും വലിച്ചു പോവില്ല. ഇനി ഈ ബോർഡൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പൈപ്പ് വയ്ക്കാനായിട്ട്. വാർപ്പൊക്കെ കട്ട് ചെയ്ത് ഷീറ്റിന് മുകളിലേക്ക് പൈപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് അടുപ്പുകൾ ഷീറ്റിട്ട് കഴിഞ്ഞാൽ കോയിൽ കൊടുക്കേണ്ടത്. മറ്റ് രീതിയിൽ വെൽഡർമാരൊക്കെ ചെയ്തു തരുന്നതൊക്കെ ഒരു സൂത്രപ്പണികളാണ്. ഇത് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഡ്രസ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വിജയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത്തരം രീതിയിൽ പൊളിച്ചു പണിയേണ്ടി വരുന്നത് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ അടുപ്പ് മാറ്റി പുകയില്ലാത്ത അടുപ്പ് നിർമ്മിക്കുക, അല്ലെങ്കിൽ പിന്നെ അടുപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഇതാണ് ഇതിനുള്ള മാർഗം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഷീറ്റിട്ട ഏരിയ മുഴുവൻ, ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള ഷീറ്റിട്ട ഏരിയ മുഴുവൻ നിങ്ങൾക്ക് നശിച്ചു പോകും. അപ്പോൾ ഇതുപോലെയൊന്നും അബദ്ധങ്ങളാരും ചെയ്യരുത്. ഇത് ഡ്രസ് വർക്ക് ചെയ്യാൻ പോകുന്നവർ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്.
ഇതിൻ്റെ എയർ വലിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. വീട്ടുകാർക്കൊരു സംശയം, ഇങ്ങനെ പുക പോകുമെന്നുള്ളത്. അതാണിപ്പോൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇതേപോലെ ഷീറ്റിന് മുകളിലേക്ക് പൈപ്പ് കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക.